ലിവിംഗ് ടുഗദർ ബന്ധത്തെക്കുറിച്ചുള്ള വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു കോടതി വിധി കേരള ഹൈക്കോടതിയിൽ വന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. 2023 എറണാകുളം സ്വദേശിയായ ഒരു പുരുഷനും ഒരു കൊയിലാണ്ടി സ്വദേശിയായ യുവതിയും ലിവിംഗ് ടുഗദർ ബന്ധത്തിൽ താമസം തുടങ്ങി. പക്ഷേ അതിനുശേഷം അവർ ആ ബന്ധം അവസാനിപ്പിച്ചപ്പോൾ ആ സ്ത്രീ കൊയിലാണ്ടി കോടതിയിൽ ഒരു കേസ് വരികയാണ്. അവർ തുടർന്ന് ആ ബന്ധം അവസാനിപ്പിച്ചപ്പോൾ ഒരു പുതിയൊരു കേസ് അവർ ഫയൽ ചെയ്യുകയാണ്. ആ സ്ത്രീ കേസ് ഫയൽ ചെയ്തു, ഗാർഹിക പീഡനം ആരോപിച്ചുകൊണ്ട്. പക്ഷേ അത് പിന്നീട് ഹൈക്കോടതിയിൽ എത്തുന്നു. ആ ഹൈക്കോടതി വിധി വന്നിരിക്കുകയാണ്. ഇവർ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിൽ ആയിരുന്നതുകൊണ്ട് തന്നെ അവരെ ഭാര്യ ഭർത്താക്കന്മാരായി കാണാൻ പറ്റില്ല. പുരുഷനെ ഭർത്താവായിട്ട് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ ഈ ബന്ധം രജിസ്റ്റർ ചെയ്യണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഗാർഹിക പീഡന കേസ് ഇതിൽ നിലനിൽക്കത്തില്ല. കാര്യം ഭർത്താവിനും ബന്ധുക്കൾക്കെതിരെ മാത്രമായി ഗാർഹിക പീഡന കേസ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ഈ കൊയിലാണ്ടി കോടതിയിൽ ഉണ്ടായിരുന്ന കേസ് റദ്ദാക്കുകയും ചെയ്തു. അപ്പൊ ഇതിന് വലിയൊരു മാനമുണ്ട്. കാരണം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ലിവിംഗ് ടുഗദർ പങ്കാളികളിൽ ഇതുപോലുള്ള ഗാർഹിക പീഡന കേസുകൾ ഉണ്ടായാൽ അത് ഒരിക്കലും നമ്മളുടെ നിലവിലുള്ള നിയമങ്ങളിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ലെന്നാണ് കോടതി വിധി വന്നിരിക്കുന്നത്.